بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد. സത്യവിശ്വാസികളെ, സർവശക്തനായ അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞവരുടെ ഖബറിടം അള്ളാഹു സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറക്കട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും ശിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യത്തിൽ അള്ളാഹു നമ്മെ ചേർക്കട്ടെ. സാധാരണ മതഭേദമന്യേ എല്ലാവരും വിശ്വസിച്ചു പോരുന്ന ഒരു കാര്യമാണ് കണ്ണേറ് സംബന്ധമായിട്ടുള്ള കുറെ വിശ്വാസങ്ങളും ധാരണകളും. ധാരണയോടൊപ്പം ചില തെറ്റായ ധാരണകളും ഇതിൽ വെച്ചു പുലർത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ശരിയെ അംഗീകരിക്കാത്ത ആളുകളെയും നമുക്ക് കാണാൻ കഴിയും. ആദ്യമായി പറയട്ടെ, പരിശുദ്ധ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും മഹാന്മാരായ പണ്ഡിതന്മാരുടെ ഇജ്മാ കൊണ്ടും സ്ഥിരപ്പെട്ട ഒരു സംഭവമാണ്, ഒരു കാര്യമാണ് കണ്ണേറ് എന്നുള്ളത്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇതിൽ മറ്റൊന്നും ആലോചിക്കാൻ വകയില്ലാത്ത വിധം ഈ വിഷയത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ കണ്ണേറ് എന്ന് പറയുന്ന ആശയത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ഒരൊറ്റ പദം കൊണ്ടാണ്. അൽ ഐനു ഹഖ് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ണേറ് സത്യമാണ്, കണ്ണേറ് സത്യമാണ്, കണ്ണേറ് സത്യമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. എന്താ, കണ്ണുകൊണ്ട് മാത്രമാണ് ഏറ് ഉള്ളൂ, മറ്റു അവയവങ്ങളുണ്ടല്ലോ, അതുകൊണ്ട് എന്തേ സംഭവിക്കില്ലേ? പിന്നെ ചിലർ പറയാറുണ്ട് നാവ് കൊണ്ട് സംഭവിക്കും, പറഞ്ഞാൽ പറ്റും, നാവേറ് എന്ന് പറയാറുണ്ട്. നമുക്ക് വിഷയത്തിലേക്ക് കടന്നു വരാം. കണ്ണേറ് സാധാരണ മനുഷ്യരിൽ മാത്രമല്ല ഉണ്ടാവാം. കണ്ണേറ് ജിന്നുകളിൽ നിന്നും സംഭവിക്കാറുണ്ട്, മനുഷ്യരിൽ നിന്നും സംഭവിക്കാറുണ്ട്, ജിന്നുകളിൽ നിന്നും കണ്ണേറ് സംഭവിക്കാറുണ്ട്. കണ്ണേറ് ഉണ്ടാവുന്നത് അസൂയയുമായി കലർന്നു വരുന്ന ചിന്താഗതിയിൽ നിന്നാണ്. അസൂയ മനുഷ്യനേക്കാൾ കൂടുതൽ ജിന്നിൽ കാണപ്പെടുന്നു എന്ന് മഹാന്മാർ പറയുന്നുണ്ട്. സയ്യിദന ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അസൂയ തോന്നിയത് ജിന്നുകളുടെ പിതാവായ ഇബ്ലീസിനാണ്. അങ്ങനെ അങ്ങ് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ തത്വം സ്ഥാപിക്കാൻ വേറെ കൂടുതലൊന്നും ആലോചിക്കേണ്ടതില്ല. കണ്ണേറ് മനുഷ്യരിൽ നിന്ന് മാത്രമല്ല, ജിന്നുകളിൽ നിന്നും കണ്ണേറ് സംഭവിക്കും എന്ന് പറഞ്ഞാൽ കൂടുതൽ നമ്മൾ കരുതിയിരിക്കേണ്ട ഒരു വലിയ അപകട ഭാഗമാണ് കണ്ണേറ് എന്നത് ആദ്യമായി നാം മനസ്സിലാക്കണം. എങ്ങനെയാണ് കണ്ണേറ് ഉണ്ടാവുന്നത്? അള്ളാഹു മനുഷ്യവർഗത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് അൽ അനാസുറുൽ അർബഅ കൊണ്ടാണ്. എന്താന്ന് ഞാൻ പറയാം. അതായത് ഒരു മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നതിൽ 4 ഭൂതങ്ങൾ, അതായത് 4 ഉൻസുറുകൾ അള്ളാഹു തആല ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നത്. സൂറത്തുൽ ബഖറയുടെ വ്യാഖ്യാനം പറയുന്നിടത്ത് ഇമാം സാവി അടക്കമുള്ള ധാരാളം മുഫസ്സിരീങ്ങൾ ഇത് പറയുന്നുണ്ട്. ഖാല ബഅദുൽ മുഫസ്സിരീൻ വദാലിക മർദൂദുൻ ബി ഉമൂരി മിൻഹ അന്ന ആദമ അലൈഹിസ്സലാം മുറക്കബുൻ മിനൽ അനാസിരിൽ അർബഇ. 4 ഭൂതങ്ങൾ കൊണ്ടാണ്, അതായത് 4 പദാർത്ഥങ്ങൾ കൊണ്ടാണ് അള്ളാഹു മനുഷ്യനെ പടച്ചിരിക്കുന്നത്. ഞാൻ ആ തഫ്സീറുകൾ മുഴുവനും വാരി വലിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, പെട്ടെന്ന് പറയാം. 4 പദാർത്ഥങ്ങൾ മനുഷ്യനെ സൃഷ്ടിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന 4 പദാർത്ഥങ്ങൾ. 1 വെള്ളം, 2 മണ്ണ്. മണ്ണും വെള്ളവും കുഴച്ചിട്ടുള്ള ആ ചെളി രൂപത്തിൽ നിന്നാണ് മനുഷ്യനെ പടച്ചത് എന്ന് പറഞ്ഞു പോകുന്നുണ്ട് എങ്കിലും അതോടുകൂടെ മറ്റു 2 ഘടകങ്ങളും കൂടി ചേർക്കപ്പെട്ടിട്ടുണ്ട്. 3-ാമത്തേത് വായു ആണ്, 4-ാമത്തേത് തീയാണ്. ഇങ്ങനെ 4 ഘടകങ്ങൾ ചേർത്തിട്ടുണ്ട്. ഹൈന്ദവ വിശ്വാസങ്ങളോടും പഠനങ്ങളോടും താരതമ്യം ചെയ്യപ്പെടുന്ന ചില കൃതികൾ, പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ അവർ പറയുന്ന 5 ഭൂതങ്ങൾ ചേർത്തിട്ടുണ്ടെന്ന. 5-ാമത്തേത് ആകാശമാണെന്ന് അവർ പറയാം. പക്ഷെ അതിലൊരു അടിസ്ഥാനം നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഏതായാലും ഞാനത് വിശദീകരിക്കുന്നില്ല.
4 കാര്യങ്ങൾ, 4 ഘടകങ്ങൾ ഒരു മനുഷ്യ സൃഷ്ടിപ്പിൽ, ഒരു ശരീരത്തിൽ അള്ളാഹു സന്നിവേശിപ്പിച്ചിട്ടുണ്ടെന്ന് ഖുർആന്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഇതിൽ ഓരോരുത്തർക്കും അവരിൽ ഈ 4 കാര്യങ്ങളുടെ അളവ് വ്യത്യസ്തമാണ്, വ്യത്യസ്ത അനുപാതത്തിലാണ്. അതായത് എന്നെ പടയ്ക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന മണ്ണിൻ്റെതും ഞാനല്ലാത്ത മറ്റൊരാളെ പടയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന മണ്ണിൻ്റെതും അളവ് വ്യത്യാസമുണ്ട്. അങ്ങനെ ഏറ്റ വ്യത്യാസത്തിൽ, അനുപാതത്തിൽ വ്യത്യസ്തത വരുത്തിയാണ് അല്ലാഹു തആല ഓരോരുത്തർക്കും അവരുടെ ശരീരം പടയ്ക്കാനെടുത്ത ഈ 4 ഘടകങ്ങളുടെ അളവിനെ ക്രമീകരിച്ചിരിക്കുന്നത്. അല്ലെങ്കിലും അള്ളാഹു വ്യത്യസ്തമാക്കുന്നവനാണ്, മുസവ്വിറാണ് അള്ളാഹു. മുസവ്വിർ. ഈ അടുത്ത കാലത്തൊരു വലിയൊരു പഠനം വായിക്കാൻ കഴിഞ്ഞു. ഒരു കടുവ സങ്കേതത്തിൽ ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന ഒരു ക്യാമറ വെച്ച് കടുവകളുടെ ശരീരപ്രകൃതത്തെ നിരീക്ഷിച്ചപ്പോ ഒരു കടുവയുടെ ശരീരത്തിന്റെ പുറത്തുള്ള വരകളും കുറികളും ഒന്നും അല്ല മറ്റൊരു കടുവയുടെ. അങ്ങനെ ആയിരക്കണക്കിന് കടുവകളെ ഒന്ന് നോക്കിയാൽ തന്നെ ഒരെണ്ണത്തിനുള്ളത് മറ്റേതിനില്ല. ഈ രീതിയിൽ വ്യത്യസ്തത സൃഷ്ടികളിൽ വിന്യസിപ്പിച്ചിരിക്കുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മുസവ്വിർ എന്ന് പറയുന്ന വിശേഷണത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മളിൽ തന്നെ നമ്മുടെ ഒരാളുടെ കൈയിന്റെ ഉള്ളിലെ അടയാളം, അയാളുടെ കൈ അടയാളം, ഫിംഗർ പ്രിന്റ് അയാൾക്ക് മാത്രമേ ഉള്ളൂ, മറ്റൊരാൾക്കില്ല. ഇങ്ങനെ അങ്ങ് ചിന്തിച്ചാൽ ഒരു മനുഷ്യനെ പടയ്ക്കാൻ വേണ്ടി അള്ളാഹു എടുത്തിരിക്കുന്ന 4 ഘടകങ്ങളിൽ, ഈ 4 അനാസീറുകളിൽ ഓരോ ശരീരത്തിനും വ്യത്യസ്ത അനുപാതമാണ് അള്ളാഹു വെച്ചിരിക്കുന്നത്. അള്ളാഹു നമുക്ക് ചിന്തിക്കാനുള്ള കഴിവ് തരട്ടെ. അള്ളാഹു നമ്മുടെ അറിവിൽ ബർക്കത്ത് തരട്ടെ. ഇങ്ങനെ വ്യത്യസ്തമായ 4 ഘടകങ്ങൾ ഓരോ ശരീരത്തിലും ഉണ്ട്. ഈ 4 ഘടകങ്ങൾ വ്യത്യസ്തപ്പെടുന്നതനുസരിച്ച്, അതിന്റെ അളവ് വ്യത്യാസമാകുന്നതനുസരിച്ച് മനുഷ്യരിൽ ചില പ്രത്യേകതകളും കാണപ്പെടുന്നുണ്ട്. ജലത്തിന്റെ അളവ് കൂടുതലുള്ള ആളുകൾക്ക് അലർജി സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്നും ചില ഇമാമിങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വായുവിന്റെ അളവ് കൂടുതലുള്ളവർക്ക് അതിൻ്റെതായ അസ്വസ്ഥത. മണ്ണിന്റെ അളവ് കൂടുതലാണ് എങ്കിൽ, മറ്റു 3 ഘടകങ്ങളെ അപേക്ഷിച്ച് മണ്ണിന്റെ അളവ് കൂടുതലാണെങ്കിൽ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ പിത്ത സംബന്ധമായ പ്രശ്നങ്ങൾ, ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഘടകങ്ങളുടെ ഏറ്റ വ്യത്യാസം അനുസരിച്ച് ശരീരത്തിൽ അതനുസരിച്ചുള്ള അപാകതകൾ ഉണ്ടാകുമെന്നാണ് മഹാന്മാർ പറഞ്ഞത്. അപാകത ഉള്ള ശരീരമായിട്ട് തന്നെയാണ് അള്ളാഹു മനുഷ്യനെ പടച്ചിട്ടുള്ളത്. മനുഷ്യന്റെ ശരീരം അപാകതയാൽ പടയ്ക്കപ്പെട്ടതാണ്. ഖുലിഖൽ ഇൻസാനു ലഈഫ എന്ന് പരിശുദ്ധ ഖുർആൻ. മനുഷ്യ ശരീരം അപാകതകളുള്ളതാണ്. അപാകതകൾ നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. ഒരു കൊതുകിനെ അടിക്കാൻ വേണ്ടി കൈ ഉയർത്തുമ്പോഴേക്കും അത് പറന്നു പോകുന്നത് നമ്മെക്കാളും ശ്രവണശക്തി ഒരു പക്ഷെ അതിന് കൂടുതലുള്ളത് കൊണ്ടായിരിക്കാം. മണത്തറിയാൻ നമ്മെക്കാളും കഴിവുള്ള ജീവികൾ വേറെയുണ്ട്. നമ്മൾ കാണാത്തത് കാണുന്ന ജീവികൾ വേറെയുണ്ട്. ഒരു നായ വളരെ നിസ്സാരമായി മനുഷ്യവർഗം കാണുന്ന ഒരാളെ നിസ്സാരപ്പെടുത്തി പറയുന്നിടത്ത് നായേ എന്ന് വിളിക്കുന്ന അവസ്ഥയിലേക്ക് പോലും ആ ജീവിയെ കാണപ്പെടുന്ന തരത്തിലാണെങ്കിലും വല്ലതും കണ്ടുപിടിക്കാൻ, മണത്തറിഞ്ഞു കണ്ടുപിടിക്കാൻ നായയെ മനുഷ്യന് ആശ്രയിക്കേണ്ടി വരികയാണ്. കാരണം മനുഷ്യനത് കഴിയാതെ പോകും. മനുഷ്യനെ അള്ളാഹു ബലഹീനത കൊണ്ടാണ് പടച്ചിരിക്കുന്നത്. ഖുലിഖൽ ഇൻസാനു ലഈഫ. അപ്പോൾ മനുഷ്യനിൽ അപാകതകൾ ഉണ്ടാവാൻ ഒരു പരിധിവരെ ഈ 4 ഘടകങ്ങളുടെ ഏറ്റ വ്യത്യാസങ്ങൾ അനുസരിച്ച് സ്വാധീനിക്കപ്പെടുന്നുണ്ട്. എന്നാൽ ഒരു കണ്ണേർ ഉണ്ടാക്കുന്ന കരിങ്കണ്ണൻ എന്ന് പറയുന്ന വ്യക്തി, അയാളുടെ ശരീരത്തിൽ ഈ 4 കാര്യങ്ങളിൽ തീയിന്റെ അളവ് കൂടുതലാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. ഒരാൾ കണ്ണേറ് വരുത്തുന്ന ആളാണെങ്കിൽ അയാളിൽ ആദ്യം തന്നെ ഉണ്ടാവുന്ന പ്രത്യേകത, അയാളുടെ സൃഷ്ടിപ്പ് മോശമായ ആളാണ് അയാൾ എന്ന് പറഞ്ഞാൽ തീയിന്റെ അളവ് അയാളിൽ കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. മഹാനായ ശൈഖുന കാളമ്പാടി ഉസ്താദ്, അള്ളാഹു അവിടുത്തെ ഖബർ സ്വർഗമാക്കട്ടെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അഭിവന്ദ്യനായ പ്രസിഡന്റായിരുന്ന സ്വഹീഹുൽ ബുഖാരിയിൽ മഹാനവറുകളുടെ ക്ലാസ്സിലിരിക്കുമ്പോൾ ഈ ആശയം ഉസ്താദ് ഞങ്ങളോട് ക്ലാസ്സിൽ അന്ന് പറഞ്ഞത്, ജാമിയ നൂരിയയിലെ ഫൈനൽ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് അന്ന് ക്ലാസ്സിൽ ഉസ്താദ് ഈ ആശയം പങ്കുവച്ചതായി ഞാൻ ഓർക്കുന്നു. ഈ അറിവ് എന്നെ കേൾക്കുന്നവരുടെ മുന്നിൽ പങ്കുവെക്കുമ്പോൾ ആ മഹാനായ മനുഷ്യനെ ഞാൻ അനുസ്മരിക്കുകയാണ്. അള്ളാഹുവെ, അവിടുത്തെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാഹ്. തീയിന്റെ അളവ് സൃഷ്ടിപ്പിൽ കൂടുതലുള്ള വ്യക്തിയുടെ കൂടെ ഇബ്ലീസിന്റെ പ്രവർത്തനങ്ങളും കൂടി കൂടുമ്പോഴാണ് കണ്ണേർ സംഭവിക്കുന്നത്. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കുറച്ചും കൂടി അപ്പുറത്തേക്ക് കടത്തി പറയാം. തീയിന്റെ അളവ് കൂടുതൽ ഉള്ളവനിൽ നിന്നും സാധാരണ കണ്ണേർ സംഭവിക്കുന്നു. ഇതാണ്
ഒരു മനുഷ്യനെ അള്ളാഹു സൃഷ്ടിക്കുമ്പോൾ 4 ഘടകങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ആ 4 ഘടകങ്ങളിൽ 1 തീയ്, 2 വെള്ളം, 3 വായു, 4 മണ്ണ്. ഇതിൽ ഈ 4ഉം കൂടിയിട്ടുള്ള ഒരു മിശ്രിതമാണ് ആദം നബിയെ പടയ്ക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു എടുത്തത്. ഇബ്ലീസ് ആദം നബിക്ക് സുജൂദ് ചെയ്യാതിരുന്നതിന്റെ കാരണം ഇബ്ലീസ് പറഞ്ഞത് അന ഖൈറും മിൻഹു എന്നാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനേക്കാളും ഖൈർ ഞാനാണ്, അതുകൊണ്ടാണ് ഞാൻ സുജൂദ് ചെയ്യാത്തത് എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇബ്ലീസ് ഇങ്ങനെ പറഞ്ഞത്? ഇബ്ലീസ് എങ്ങനെ, ഏതർത്ഥത്തിലാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനേക്കാളും ഖൈറാകുന്നത്? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചല്ല, ആദം നബിയുടെ മക്കളെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് വലഖദ് കറംനാ ബനി ആദം, ആദം സന്തതികളെ അള്ളാഹു ബഹുമാനിച്ചു എന്നാണ്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, മനുഷ്യനെ നല്ല ഒരു രൂപത്തിൽ അള്ളാഹു പടച്ചു എന്ന, ഇതൊക്കെ അള്ളാഹു മനുഷ്യനെ ആദരിച്ചു എന്ന് സൂചിപ്പിക്കുകയാണ്. മനുഷ്യന് മഹത്വമുണ്ട് എന്ന് പഠിപ്പിക്കുകയാണ്. അങ്ങനെ മഹത്വമുള്ള മനുഷ്യനായ ആദം നബിയെക്കാളും ഞാനാണ് ഖൈറെന്ന് ഇബ്ലീസ് വെറുതെ പറഞ്ഞതല്ല. ഇബ്ലീസ് നല്ല വിവരമുള്ള വ്യക്തിയായിരുന്നു. ഇബ്ലീസ് മലക്കുകൾക്ക് 20,000 വർഷം ദർസ് നടത്തിയ ആളാണ്, വഅദ് പറഞ്ഞ ആളാണ്, ചെറിയ ആളൊന്നുമല്ല. മലക്കുകളുടെ കൂട്ടത്തിലുള്ള സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം, മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടക്കമുള്ള ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രഭവ കേന്ദ്രങ്ങൾക്ക്, വലിയ മഹാന്മാരായ അമ്പിയാക്കൾക്ക് വഹ്യ് പറയാൻ വന്ന മഹാനായ മലക്കാണ് ജിബ്രീൽ അലൈഹിസ്സലാം. ഇബ്ലീസിന്റെ അടുത്തുനിന്ന് ഇൽമു പഠിച്ച ആളാണ്. അപ്പൊ ഇബ്ലീസ് പറഞ്ഞത് വെറുതെ അല്ല, ഇബ്ലീസ് പറഞ്ഞതിനൊരു ന്യായമുണ്ട്. ഞാൻ ആ ഭാഗം, ഇബ്ലീസ് അന്ന് പറഞ്ഞതിന്റെ ന്യായവും കണ്ണീറും ഒക്കെ തമ്മിൽ ബന്ധമുണ്ട്. ഞാൻ ആ ഭാഗം, ഖുർആൻ 6-7 സ്ഥലങ്ങളിൽ ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. അതിൽ സൂറത്തുൽ ഇസ്രാഇന്റെ ഭാഗം ഞാൻ ഓതാം ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَلَقَدْ خَلَقْنَاكُمْ ثُمَّ صَوَّرْنَاكُمْ ثُمَّ قُلْنَا لِلْمَلَائِكَةِ اسْجُدُوا لِآدَمَ فَسَجَدُوا إِلَّا إِبْلِيسَ لَمْ يَكُنْ مِنَ السَّاجِدِينَ قال ما منعك ألا تسجد إذ أمرتك قال أنا خير منه خلقتني من نار وخلقته من طين قال فاهبط منها فما يكون لك أن تتكبر فيها فاخرج إنك من الصاغرين. സൂറത്തുൽ ഇസ്രാഇന്റെ 11, 12, 13 ആയത്തുകളാണ് നമ്മളിപ്പോൾ ഓതിയത്. ഇതേ ആശയത്തിൽ ധാരാളം ആയത്തുകൾ വേറെയും കാണാം. ഏകദേശം 7 സ്ഥലങ്ങളിൽ ഇത് ഖുർആൻ ഈ ആശയത്തെ അവതരിപ്പിക്കുന്നത് കാണാൻ കഴിയും. 7 അധ്യായങ്ങളിലായി. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇബ്ലീസ് അള്ളാഹുവിന്റെ മുന്നിൽ പറയാണ്, അള്ളാഹു ഇബ്ലീസിനോട് ചോദിച്ചു, സുജൂദ് ചെയ്യാതെ വന്നപ്പോ ആദം നബിക്ക് സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞു. മലക്കുകൾ സുജൂദ് ചെയ്തു. മലക്കുകളുടെ കൂട്ടത്തിലുള്ള ആളായതുകൊണ്ട് ഇബ്ലീസും ആ കൂട്ടത്തിൽ സുജൂദ് ചെയ്യാൻ കൽപ്പനയുള്ള ആളാണ്. ഇബ്ലീസ് സുജൂദ് ചെയ്യാതെ വന്നപ്പോ അള്ളാഹു ചോദിച്ചു, മാ മനഅക അല്ലാ തസ്ജുദ ഇദാ അമർതുക, നിന്നോട് ഞാൻ കൽപ്പിച്ചപ്പോൾ, നിന്നോട് ഞാൻ ആജ്ഞാപിച്ചപ്പോൾ എന്തുകൊണ്ട് നീ സുജൂദ് ചെയ്തില്ല? അപ്പൊ ഇബ്ലീസിന്റെ മറുപടി, അള്ളാഹുവിനോടുള്ള മറുപടി, ആ മറുപടി ദുർവാശിയോടുകൂടെ തർക്കിക്കുന്ന ആള് പറയുന്ന ശൈലി എന്നാണ് മുഫസ്സിരിങ്ങൾ അതേ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. വഅജാബ ബി ജവാബി സായിലിൽ അൽ മുതഅന്നിത്തിൽ മുതകബ്ബിരി എന്നാണ്. ദുർവാശിയോടുകൂടെ തർക്കിക്കുന്ന ഒരാളെ പോലെയാണ് ഇബ്ലീസ് അള്ളാഹുവിനോട് മറുപടി പറഞ്ഞത്. അള്ളാഹുവെ, ഞാൻ സുജൂദ് ചെയ്തില്ല, കാരണം എന്താ? അന ഖൈറും മിൻഹു, ആദമിനേക്കാളും ഞാൻ ഖൈറാണ് റബ്ബേ. ഖൈർ എന്ന പദം അറബി വ്യാകരണം അറിയുന്നവർക്കറിയാം, അത് അഫ്ആലു തഫ്ളീലാണ്. മഅനയുടെ ഭാഗത്ത് കൂടി അഫ്ആലു തഫ്ളീലാണ്. ഞാൻ ഖൈറാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്നെക്കാളും അപ്പുറം ഒരു കാരണവശാലും ആദമിന് കടക്കാൻ കഴിയില്ല, അത്രയും വലിയ ഖൈറാണ്. ഖൈർ എന്നത് സൂപ്പർലേറ്റീവ് ഫോമാണ്, ഏറ്റവും നല്ലവൻ എന്നാണ്. അല്ലാതെ ഞാൻ ആദമിനേക്കാളും നല്ലവനാണെന്നല്ല. ആദമിനേക്കാളും എന്തുകൊണ്ടും ഏറ്റവും നല്ലവൻ, എക്കാലവും നല്ലവൻ എന്നാണ് ഖൈർ എന്ന വാക്കിനർത്ഥം. അന ഖൈറും മിൻ, ഞാൻ ആദമിനേക്കാളും എക്കാലത്തും എപ്പോഴും ഏറ്റവും നല്ലവനാണ്. കാരണമുണ്ട് അതിന് കാരണമുണ്ട്, ഞാൻ വെറുതെ പറയല്ല. ഖലഖതനീ മിൻ നാർ,
അല്ലാഹുവേ നീ എന്നെ തീ കൊണ്ട് മാത്രം പടച്ചിരിക്കുന്നു, എന്നെ തീ കൊണ്ട് മാത്രമാണ് പടച്ചിരിക്കുന്നത്. ആദമനെ പടച്ചിരിക്കുന്നത് മണ്ണിനാലാണ്, എന്നെ പടച്ചിരിക്കുന്നത് തീയിനാലാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശരീരത്തിൽ തീയിന്റെ അംശം ഉണ്ട്, ഒരല്പമാണ്. ബാക്കി 3 ഘടകങ്ങൾ തീയോളം മഹത്വമുള്ളതല്ല. ഉദാഹരണം നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു ഉദാഹരണം പറയാം. വെള്ളമുണ്ട് ആദം നബിയെ പടയ്ക്കാൻ ഉപയോഗിച്ചതിൽ. ഈ വെള്ളം എന്നുള്ളത് നമ്മൾ ത്വഹാറത്തിന് വേണ്ടി, ശുദ്ധീകരണത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അത് മറ്റൊന്നിനെ ശുദ്ധിയാക്കുന്നതിനോടുകൂടെ സ്വയം അശുദ്ധമായി മാറുകയാണ്. വെള്ളത്തിന്റെ പ്രത്യേകത അതാണ്. ഇനി കാണാം, വായു ദുർഗന്ധം ഉള്ളതായി മാറാറുണ്ട്, അത് അശുദ്ധമാകുന്നുണ്ട്. അല്ലെങ്കിൽ വായു ഉപയോഗിച്ച് ശുദ്ധീകരിക്കുന്ന ഒരു കാര്യമാണ്. പണ്ടൊക്കെ കൊയ്ത്ത് കാലം കഴിഞ്ഞു വരുമ്പോൾ ഈ കൊട്ടയുടെ അകത്ത് നെല്ല് മെതിക്കൽ കഴിഞ്ഞിട്ട് നെല്ലെടുത്തിട്ട് കൊട്ടയിലിട്ടിട്ട് ഇങ്ങനെ ഒരാൾ തോളിൽ വെച്ച് ഇങ്ങനെ ചെരിച്ച് താഴേക്ക് ചൊരിയുമ്പോ മറ്റൊരാൾ മുറം വെച്ച് വീശി അതിൽ നിന്നും ഈ എന്താ പറയാ, അതിന് ആ നെല്ലിന്റെ അകത്തുള്ള പൊടിപടലങ്ങളും ഉപയോഗിക്കാൻ പറ്റാത്തതുമായ മന്നലകൾ, അങ്ങനെ പറയാം, മന്നല, ഓരോ നാട്ടിൽ ഓരോ വാക്കുകളാണ്. മന്നലകൾ ഇങ്ങനെ പറന്നു പോകും മുറം വെച്ച് വീശുമ്പോൾ. ഈ മുറത്തിലൂടെ പുറത്തേക്ക് വരുന്നത് കാറ്റാണ്. ഈ കാറ്റ് ആ പദാർത്ഥത്തിൽ തട്ടുമ്പോൾ അവിടെ മന്നല എന്ന് പറയുന്ന പൊടിപടലം കൊണ്ട് ഈ കാറ്റ് അശുദ്ധമാവാണ്. അപ്പുറത്ത് വരുമ്പോൾ ശുദ്ധീകരണത്തിന് കാറ്റ് ഉപയോഗിച്ചു, പക്ഷേ മറ്റൊന്നിനെ ശുദ്ധീകരിക്കുന്നതിന്റെ കൂടെ സ്വയം അശുദ്ധമായി കാറ്റ് പൊടിപടലങ്ങൾ കൊണ്ട്. ഇനി മറ്റൊരു കാര്യമാണ് മണ്ണ് ശുദ്ധീകരണത്തിന് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ തൈമം ചെയ്യാൻ ഉപയോഗിക്കുന്നു. മണ്ണ് മുസ്തഅമലാവാറുണ്ട്, ശുദ്ധിയാക്കുന്നതിന്റെ കൂടെ സ്വയം അശുദ്ധമാവുന്നുണ്ട്. തീ അങ്ങനെയല്ല. തീ ശുദ്ധീകരിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികൾ അവിടുത്തെ വസ്ത്രം കഴുകാൻ തീ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ കാണാം. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം സ്പർശിച്ചതൊന്നും തീയിൽ കത്തൂല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ താലിബ് രോഗശയ്യയിൽ കിടക്കുമ്പോൾ ഇങ്ങനെ തടവി ഇങ്ങനെ വരാ. 2 ചെരുപ്പ് ധരിക്കുന്ന ഭാഗമെത്തിയപ്പോൾ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം കയ്യങ്ങ് തട്ടിമാറ്റി. ഒരു വിശ്വാസി അല്ലാതെ മരിച്ചു പോകുന്ന ആൾക്ക് നരകത്തിൽ അല്ലാഹു കൊടുക്കുന്നതിന്റെ ഏറ്റവും മിനിമം ശിക്ഷ 2 ചെരുപ്പാണ് നരകത്തിൽ. അത് കിട്ടേണ്ട ആള് ഇദ്ദേഹമാണ്. അവിടെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ സ്പർശിച്ചാൽ അല്ലാഹു പിന്നെ ആ ഭാഗത്ത് എങ്ങനെ നരകത്തിന്റെ തീയെത്താ, നരകത്തിന്റെ ചെരുപ്പ് എങ്ങനെ? അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം സ്പർശിച്ച വസ്ത്രം പോലെയുള്ളതൊന്നും തീയിൽ കത്തില്ല എന്നത് മഹാന്മാരായ ഇമാമിയങ്ങൾ പറയുന്ന കാര്യമാണ്. സ്വഹാബികളിൽ പലരും ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസ്ത്രമൊക്കെ ശുദ്ധീകരിക്കാൻ ആ മാർഗം സ്വീകരിച്ചതായും പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. അങ്ങനെ തീ ഉപയോഗിച്ച് ശുദ്ധമാക്കുമ്പോൾ നമ്മളും തീ ഉപയോഗിച്ച് പലതും ശുദ്ധമാക്കാറുണ്ട്. ആ ഉദാഹരണം ഇരുമ്പ് നമ്മൾ ശുദ്ധിയാക്കാറുണ്ട് തീ ഉപയോഗിച്ച്. ഇരുമ്പിലെ ക്ലാവും ഇരുമ്പിൽ വന്നിരിക്കുന്നതായ ഇരുമ്പ് ഓക്സിജനുമായി ബന്ധപ്പെടുമ്പോൾ ഉണ്ടാകുന്ന രാസപ്രവർത്തനത്തിൽ രൂപം കൊള്ളുന്ന ക്ലാവ്, ഇരുമ്പിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ക്ലാവ് തീ ഉപയോഗിച്ച് ശുദ്ധിയാക്കി ഇരുമ്പിനെ നല്ല വൃത്തിയാക്കാറുണ്ട്. ഇരുമ്പിലെ തുരുമ്പ് തീ ഉപയോഗിച്ച് നമ്മൾ കൊല്ലന്റെ ആലയിലെ ഉലയിലെ തീയിലിട്ട് കാഞ്ഞെടുത്ത് ഇരുമ്പിലെ തുരുമ്പ് കളയാറുണ്ട്. ഇരുമ്പിലെ തുരുമ്പ് കളയാൻ തീ ഉപയോഗിക്കുമ്പോൾ തീ കേടാകുന്നില്ല. തീ മറ്റൊന്നിനെ ശുദ്ധിയാക്കിയിട്ട് സ്വയം അശുദ്ധമാകുന്നില്ല. അതുകൊണ്ടാണ് ഹൈന്ദവ സഹോദരന്മാർ അവസാന ശുദ്ധീകരണത്തിന് തീ ഉപയോഗിക്കുന്നത്. ആ ശരീരത്തെ അവസാനം ശുദ്ധീകരിച്ച് സ്വർഗത്തിലേക്ക് വിടാനെന്ന അവരുടെ വിശ്വാസം. തീ ഉപയോഗിച്ച് ശുദ്ധീകരിച്ച് വിടാം. തീ ഉപയോഗിച്ച് ഇനി ശുദ്ധീകരിച്ച വേറൊന്നും ഉപയോഗിക്കേണ്ടതില്ല. അല്ലെങ്കിലും പൊള്ളലേറ്റ ഭാഗത്ത് അണുബാധ കുറഞ്ഞിരിക്കും. അവിടെ ഡോക്ടർമാർ പ്രത്യേകം പറയാറുണ്ട്, പൊള്ളിയ ഭാഗത്ത് വേറെ രോഗാണുക്കൾ ഉണ്ടാവില്ല. പൊള്ളിയ ഭാഗം ചികിത്സിക്കുമ്പോൾ അവിടെ രോഗാണുക്കൾ ഇല്ല എന്ന രീതിയിലാണ് അവിടെ ചികിത്സ നടത്തുന്നത്. കാരണം തീ കൊണ്ട് ശുദ്ധമായി. അങ്ങനെ തീ കൊണ്ട് ശുദ്ധീകരിക്കുമ്പോൾ മറ്റൊന്നിനെ ശുദ്ധീകരിക്കുന്ന തീ സ്വയം അശുദ്ധമാകുന്നില്ലത് തീയിന്റെ പ്രത്യേകത. അതുകൊണ്ട് ഇബ്ലീസ് പറഞ്ഞത്, അല്ലാഹുവേ ഞാനാണ് ഖൈറ്, ഞാൻ തീയാണ്, ഞാൻ ഒരിക്കലും അശുദ്ധമാവൂല. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിലും മറ്റു 3 ഘടകങ്ങൾ ഉള്ളതിന്റെ കൂടെ ഒരു അല്പ തീയുള്ളൂ. അപ്പൊ എന്തുകൊണ്ടും ഈ 4 ഘടകങ്ങളിൽ ഏറ്റവും നന്നായിട്ട് നിൽക്കുന്ന തീയാണ് ഞാൻ.
ആദം അതിന്റെ ഒരംശമേ ഉള്ളൂ. അപ്പൊ ഞാൻ ഖൈറാണ്, ഞാൻ സുജൂദ് ചെയ്യൂല. എന്നെ കേൾക്കുന്നവർക്ക് ഇത് മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. മനസ്സിലാക്കാൻ ഒന്ന് ശരിക്ക് ശ്രദ്ധിച്ച് കേട്ടാൽ ഇൻഷാ അല്ലാഹ് മനസ്സിലാകും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മനസ്സിലാകാൻ ഇതിൽ താഴേക്ക് ഇറക്കി ഇതിൽ കുറഞ്ഞ ഭാഷയിൽ പറയാൻ എനിക്ക് അറിയില്ല. കാരണം ഇത്തരം ഗൗരവമുള്ള വിഷയങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞാലേ പറ്റൂ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹുവിനോട് ഇബ്ലീസ് പറഞ്ഞത് ഞാൻ ഖൈറാണ്, ഇബ്ലീസ് പറഞ്ഞത് ന്യായമാണെന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. കാരണം അഫ്ളലുൽ അനാസീരിൽ അർബഅ, മനുഷ്യനെ പടയ്ക്കാൻ അള്ളാഹു എടുത്തിരിക്കുന്ന 4 ഘടകങ്ങളിൽ ഏറ്റവും നല്ലത് തീയാണ്. കാരണം തീയിനാവട്ടെ ഒരു പ്രത്യേകതയുണ്ട്. വശിബ്ഹത്തുൽ ഖൈരിയത്തി അന്നന്നാർ ജിസ്മുൻ ലതീഫുൻ നൂറാനിയുൻ, തീ വളരെ 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 നിർമ്മലമായ കനം കുറഞ്ഞതും പ്രകാശമുള്ളതുമായ ഒരു തടിയാണ്. ഭാരമില്ലാത്ത കനം കുറഞ്ഞ ഒരു തടിയാണ് തീ. എന്നാൽ മണ്ണാവട്ടെ ജിസ്മുൻ കസീഫുൻ ളുൽമാനിയുൻ, മണ്ണ് കൂടുന്തോറും ഇരുട്ട് കൂടുകയാണ്. ഒരു പ്രകാശം അവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല. മണ്ണിങ്ങനെ കൂട്ടിയിടും തോറും ഒരു ഇരുട്ട്. അതാണ് മണ്ണിന്റെ അറയാകുന്ന ഖബർ ഇരുട്ട്. മണ്ണ് കൂടുന്തോറും ഇരുട്ട് സ്ഥാപിക്കപ്പെടുകയും അതോടൊപ്പം ഭാരം കൂടുകയും അതോടൊപ്പം തിങ്ങി വരികയും ചെയ്യുന്ന തീ അങ്ങനെയല്ല. തീയിന് തിക്കലില്ല, കട്ടിയില്ല. മണ്ണിന് കട്ടിയാണ്. തീ കൂട്ടിയിടുമ്പോൾ പ്രകാശം കൂടുതൽ വരുന്നത്, മണ്ണ് കൂട്ടിയിടുമ്പോൾ ഇരുട്ടാ വരുന്നത്. തീയിന് ഭാരമല്ല, മണ്ണിന് ഭാരമുണ്ട്. ഇത് ഇബ്ലീസ് പറഞ്ഞത് ശരിയാന്ന മുഫസ്സിരീങ്ങൾ പറഞ്ഞത്. പക്ഷേ എന്നാലും വമാ കാന ലതീഫൻ നൂറാനിയൻ ഖൈറും മിമ്മാ കാന കസീഫൻ ളുൽമാനിയൻ. ഇതുപോലെ ഈ അർത്ഥത്തിൽ 2 തീയിനെയും മണ്ണിനെയും ന്യായീകരിക്കപ്പെടുമ്പോൾ തീയിനാണ് നല്ലത് എന്ന് പറയാനുള്ള അവകാശം. അതുകൊണ്ടാണ് ഇബ്ലീസ് നല്ലത് ഞാനാണെന്ന് പറഞ്ഞത്. പക്ഷെ അല്ലാഹു ഇബ്ലീസിന് മറുപടി കൊടുത്തു. ലമ്മാ കാന മുഹ്തജ്ജ ബിഹി അലാ റബ്ബിഹി ബാതില, ഇബ്ലീസിന് അല്ലാഹു മറുപടി കൊടുത്തു. ലികൗനിത്തീനി ഫീഹി മനാഫിഉ കസീറത്തുൻ വഫവായിദു ജുമ്മാ, സൃഷ്ടികൾക്ക് തീയിനേക്കാൾ കൂടുതൽ ഉപകാരം മണ്ണിലാണ് എന്ന് അല്ലാഹു അങ്ങ് വരുത്തി. ഇബ്ലീസിന് മറുപടിയായി അല്ലാഹു ഭൂമിക്ക് ഘടന കൊടുത്തത് മണ്ണുകൊണ്ടാണ്. ഈ ഭൂമിയെ അല്ലാഹു പടച്ചിട്ട് പിന്നെ 2000 കൊല്ലം കഴിഞ്ഞാണ് മണ്ണ് അല്ലാഹു വിരിച്ചതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെയുണ്ട് ഹദീസ്? ഇമാം അൽ ഹാഫിദ് ഇബ്നുൽ ജൗസി തങ്ങളുടെ സാദുൽ മസീറിൽ ഖുർആൻ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാൻ പറയുന്നുണ്ട്, ഈ ഭൂമി ജലോപരിതലത്തിലെ കുമിള പോലെയായിരുന്നു. അലൈഹാ മലക്കാനി യുസബ്ബിഹാനി ലൈലം വനഹാറ, ജലോപരിതലത്തിലെ കുമിള രൂപത്തിലുള്ള ഈ ഭൂമിയുടെ പൂർവകാല അവസ്ഥയിൽ 2 മലക്കുകൾ ഇതിന്റെ അകത്തുണ്ടായിരുന്നു. ആ കുമിള രൂപത്തിലുള്ള ഭൂമിയിലുണ്ടല്ലോ അല്ലാഹു 2 മലക്കുകളെ വെച്ചു. അന്നും ഭൂമിയിൽ കഅബയുണ്ടായിരുന്നുവെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മലക്കുകൾ കഅബയെ കയറിയിരുന്ന് രാവും പകലും മാറി മാറി തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരുന്നു. പിന്നെയാണ് ആ കുമിളയുടെ അടിയിലൂടെ, അതായത് കഅബ ശരീഫിന്റെ അടിയിലൂടെ ഈ ഭൂമിക്ക് അല്ലാഹു മണ്ണിനെ വിരിച്ചത്. അപ്പൊ മണ്ണ് പിന്നെ വന്നതാ ഭൂമിയിൽ. ഇരുമ്പും മണ്ണൊക്കെ പിന്നെ വന്നതാ. അൻസൽനൽ ഹദീദ എന്ന ഇരുമ്പിനെ കുറിച്ച് പറഞ്ഞത്. ഇരുമ്പ് പിന്നെ വന്ന സാധന, ഭൂമിയിൽ പിന്നെ വന്നതാ. ഇങ്ങനെ മണ്ണിനെ വിരിച്ചു അല്ലാഹു. മുഫസ്സിരീങ്ങൾ പറയാ വലമ്മാ കാന മുഹ്തജ്ജ ബിഹി അലാ റബ്ബിഹി ബാതിലൻ ലികൗനിത്തീനി ഫീഹി മനാഫിഉ കസീറത്തുൻ വഫവായിദു ജുമ്മാ വയതവഖഫു അലൈഹി നിളാമുൽ ആലമി, ഭൂമിയുടെ ഘടന പോലും അല്ലാഹു മണ്ണ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ലിവുജൂദി കസീരിൻ മിൻഹു ഗൈറ മുഹ്താജിൻ ലഹാ വലാ ലിമാ യുസവ്വി ബിഹാ, തീയിനേക്കാളും സർവ്വ സൃഷ്ടികൾക്കും കൂടുതൽ ആവശ്യം മണ്ണാണ്. ഇപ്പൊ ഒരു ഉദാഹരണം, നമ്മുടെ വീട്ടിൽ ഒരു പോത്തിനെ വളർത്തുന്നുണ്ടെന്ന് വെക്കാം, അല്ലെങ്കിൽ ഒരു പശുവിനെ വളർത്തുന്നുണ്ട്. ഈ പശുവിന് ഇപ്പൊ എന്താ തീയിന്റെ ആവശ്യം? പക്ഷെ പശുവിന് മണ്ണ് വേണം. മണ്ണിലാണ് പശുവിന് തിന്നാനുള്ള പുല്ലുണ്ടാവുന്നത്, തീയിലല്ല. ഈ പശുവിന് മണ്ണ് വേണം. ചവിട്ടി നിൽക്കണമെങ്കിൽ മണ്ണ് വേണം. അതിന് മേഞ്ഞ് നടക്കണമെങ്കിൽ, അതിന് കിടക്കണമെങ്കിൽ മണ്ണ് വേണം. ഒരു പശുവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ ഇതിലപ്പുറം ഒന്നും വേണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിലപ്പുറം കുറെ വേണ്ട. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തീയല്ല കൂടുതൽ വേണ്ടത്, മണ്ണ.
ഇന്നത്തെ ഈ 24 മണിക്കൂറിൽ തീ ഉപയോഗിച്ച ആളും മണ്ണ് ഉപയോഗിച്ച ആളും എന്ന് നമ്മളൊരു സെൻസസ് എടുത്താൽ തന്നെ തീ ഉപയോഗിച്ചൊരു കുറവല്ലേ? നമ്മുടെ വീട്ടിൽ 7 അംഗങ്ങളുണ്ട് എങ്കിൽ അതിൽ ഒരാളായിരിക്കും തീ ഉപയോഗിച്ചിട്ടുള്ളൂ. എന്നാൽ 7 പേരും മണ്ണ് ഉപയോഗിച്ചിട്ടുണ്ട്. മണ്ണിലൂടെ അങ്ങോട്ട് നടന്നിട്ടുണ്ടാവും, ഇങ്ങോട്ട് നടന്നിട്ടുണ്ടാവും. മണ്ണിൽ കെട്ടിപ്പടുത്ത വീട്ടിൽ താമസിച്ചിട്ടുണ്ടാവും. അപ്പോ മണ്ണിനാണ് തീയിനേക്കാളും ഉപകാരം കൂടുതൽ. അങ്ങനെ വന്നപ്പോൾ അല്ലാഹു ഈ ന്യായീകരണങ്ങൾ ഇബ്ലീസിന്റെ മുന്നിൽ നിരത്തിയില്ല. വറദ്ദ അലൈഹിൽ മൗലാ ബി അസ്നാഇ റദ്ദിൻ വഅജാബഹു ബിജവാബി സായിലിൽ മുതഅന്നിതിൽ മുതകബ്ബിരി. ഒരു അഹങ്കാരിയായ ദുർവാശിയോടുകൂടെ തർക്കിക്കുന്ന ആൾക്ക് മറുപടി കൊടുക്കേണ്ട വരുമ്പോൾ എങ്ങനെയാണോ മറുപടി കൊടുക്കേണ്ടത്, അതുപോലത്തെ മറുപടി അല്ലാഹു അന്ന് ഇബ്ലീസിന് നൽകി. ആ മറുപടിയാണ് സൂറത്തുൽ ഇസ്രാഇന്റെ 13-ാമത്തെ ആയത്ത്. ഖാല ഫഹ്ബിതു മിൻഹാ ഫമാ യകൂനു ലക അൻ തതകബ്ബറ ഫീഹാ ഫഖ്റുജ് ഇന്നക മിനസ് സാഗിരീൻ. എടാ ഇറങ്ങടാ ഇവിടെ നിന്ന്. എവിടെ നിന്ന്? സ്വർഗത്തിൽ നിന്നും നീ ഇറങ്ങടാ. നിനക്ക് ഇവിടെ തർക്കിക്കാനോ അഹങ്കരിക്കാനോ യോഗ്യതയില്ല. ഫമാ യകൂനു ലക അൻ തതകബ്ബറ ഫീഹാ ഫഖ്റുജ് ഇന്നക മിനസ് സാഗിരീൻ. നീ എക്കാലത്തും നിസ്സാരനാവട്ടെ എന്ന് പറഞ്ഞ് അല്ലാഹു ശപിച്ചവനെ സ്വർഗത്തിൽ നിന്ന് ഇറക്കി എന്ന് പരിശുദ്ധ ഖുർആൻ. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? ഒരു സൃഷ്ടിപ്പിൽ തീ ഉണ്ട് എന്ന് സ്ഥാപിക്കാനാ. നമ്മളെ സൃഷ്ടിച്ചതിലും തീയുണ്ട്. ഇനി നമുക്ക് വരാം, കണ്ണേറിലേക്ക് വരാം. കണ്ടോ, അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച ഒരു ഹദീസ് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹുൽ ബുഖാരി ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അൽ ഐനു ഹഖ്ഖുൻ വനഹാ അനിൽ വസ്മി. പുന്നാര നബി തങ്ങൾ കണ്ണേറിനെ കുറിച്ച് പറഞ്ഞത് കണ്ണേർ സത്യമാ, കണ്ണേർ സത്യമാ. വനഹാ അനിൽ വസ്മി, പച്ച കുത്തുന്നത് റസൂലുള്ളാഹി തടഞ്ഞിട്ടുമുണ്ട്. ഹദീസിന്റെ ബാക്കി ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങോട്ട് വായിച്ചതാണ്. കണ്ണേർ സത്യമാ, സ്വഹീഹുൽ ബുഖാരി ഈ ഹദീസ് ധരിച്ചിട്ടുണ്ട്. എന്താ കണ്ണേർ? കണ്ണേർ എന്ന് പറഞ്ഞാൽ ഈ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് മിഷ്കാത്തിൽ കാണാം ഈ ഹദീസ്. ഈ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാനായ ഖതീബ് തിബ്രിസിയുടെ മിഷ്കാത്തിന്റെ വ്യാഖ്യാന ഗ്രന്ഥമായ മിർക്കാത്തിൽ കാണാം. കണ്ണീർ എന്ന് പറഞ്ഞാൽ മിർക്കാത്തിന്റെ 8-ാം വാള്യത്തില് ആ നിർവചനം നമുക്ക് കാണാൻ കഴിയും. നളുറും ബിൽ ഇസ്തിഹ്സാനി മശൂബും ബിഹസദിൻ മിൻ ഖബീഫി ത്വബഇ യഹ്സുലു ലിൽ മൻളൂരി ഫീഹി ലററുൻ. അതാണ് കണ്ണീർ. അതായത് മെച്ചമായുള്ള നോട്ടം, മെച്ചമായുള്ള നോട്ടം. കണ്ണേറ് എന്ന് പറയുന്ന ഈ ആപത്ത്, കണ്ണ് എന്ന് പറയുന്ന അവയവം അതിനു വേണ്ടി തെരഞ്ഞെടുക്കാൻ കാരണമുണ്ട്. നമ്മുടെ ശരീരത്തിൽ പ്രകാശം പ്രസരിപ്പിക്കുന്ന ഒരു അവയവം കണ്ണാണ്. പ്രകാശത്തിന്റെ സഞ്ചാരം ഉണ്ടാകുന്നത് കണ്ണിൽ നിന്നാണ്. ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പ്രകാശം ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാധനമുള്ളത് നമ്മുടെ ശരീരത്തിലുള്ള തീയാണ്. കണ്ണിലൂടെ പല രശ്മികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് എന്ന് കണ്ണീർ സംബന്ധമായ വ്യാഖ്യാനത്തിൽ മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ മുഹമ്മദ് മുസ്തഫ ഇബ്നു ഉസ്മാൻ ഹിജറ 1156 വഫാത്തായ മഹാൻ. ആ മഹാന്റെ ബരീഖത്ത് മഹ്മൂദിയ ഫി ശറഹി ത്വരീഖത്തി മുഹമ്മദിയ എന്ന ഗ്രന്ഥത്തിൽ അത് സംബന്ധമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണിൽ നിന്നും ചില രശ്മികളും തരംഗങ്ങളും സഞ്ചരിക്കുന്നുണ്ട്. ആധുനിക സയൻസ് അവിടെ മാറ്റിവെക്കാം. കണ്ണെന്ന് പറയുന്ന അവയവത്തിന് പല നിലക്കുള്ള ശക്തിയുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്ന ഒരാളെ നമ്മൾ രൂക്ഷമായി, അയാൾ അങ്ങോട്ടാ തിരിഞ്ഞു നിൽക്കുന്നത്, അയാൾ എങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന അയാൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ട് തിരിഞ്ഞു വരും. അയാൾ തന്നെ തിരിയും. ഒരാളെ നമ്മൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന കുറച്ച് കഴിയുമ്പോൾ അയാൾക്ക് ആ നോക്കുന്ന ആരാണോ ആ ആളുടെ നേരെ അയാൾ തിരിഞ്ഞു വരും, തിരിഞ്ഞു നോക്കും. ഇത് ഞാൻ പറഞ്ഞതല്ല, കേരളത്തിലെ അറിയപ്പെട്ട ഒരു പോലീസ് ഓഫീസർ പറഞ്ഞത്. പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കണ്ണുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒരു പോലീസുകാരന്റെ നോട്ടത്തിൽ തന്നെ ചില ആളുകൾക്ക് ഒതു മുറിഞ്ഞു പോകും. അത്ര വലിയ നോട്ടാണ് പോലീസുകാരുടെ നോട്ടം. അങ്ങനെ നോക്കുന്ന രൂക്ഷമായ നോട്ടമുണ്ട്. നോട്ടം കൊണ്ട് പിടിച്ചിരുത്താൻ കഴിയുന്നവരുണ്ട്. എപ്പോഴും കണ്ണിന് ചുവപ്പായിരുന്നു സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. കണ്ണെപ്പോഴും ചുവന്നായിരിക്കാം. അത് തന്നെ മഹാനവറുകളെ പേടിയാവാൻ, ആ ജീവിതത്തിന്റെ ഗൗരവത്തെ അറിയിക്കുമായിരുന്നു എന്ന് ചരിത്ര പണ്ഡിതന്മാർ പറയുന്നുണ്ട്. എപ്പോഴും കണ്ണിന് ചുവപ്പ് കളറായിരുന്നു, പേടിയാവുന്ന രൂപമായിരുന്നു.
അപ്പൊ പിന്നെ ആ മനുഷ്യന്റെ കണ്ണുകൊണ്ടുള്ള നിയന്ത്രണം എത്ര ഗൗരവമുള്ളതായിരുന്നു. ഒന്ന് നോക്കിയാൽ മതിയല്ലോ. ചില വലിയ വലിയ കാരണവന്മാരൊക്കെ നമുക്ക് പേടിയുള്ള നമ്മുടെ മുത്താപ്പായും വാപ്പായും ഒക്കെ ഇങ്ങനെ എന്താ ഒറ്റ നോട്ടം മതി, ആ നോട്ടത്തിൽ അവിടെ നിൽക്കും. ഒന്ന് നോക്കിയാൽ മതി, അവിടെ നിൽക്കും. ആ കണ്ണിന്റെ ഒരു ആജ്ഞാശക്തി ഉണ്ട്. എന്നോട് ഈ പോലീസ് ഓഫീസർ പറഞ്ഞതാണ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരാൾ അങ്ങോട്ട് തിരിഞ്ഞു കാണി അയാൾ അങ്ങനെ നമ്മൾ രൂക്ഷമായി ബാക്കിൽ നിങ്ങൾ നോക്കി അയാൾ ആ നോക്കുന്ന ആളുടെ നേരെ തിരിഞ്ഞു വരും. ഇനിയിപ്പോ ആരെങ്ങനെ നോക്കിയിട്ട് തിരിഞ്ഞു വന്നില്ലെങ്കിൽ എന്നോട് പറയരുത്, ഇത് കിതാബിലുള്ളതൊന്നുമല്ല, അതൊരു അത്യാവശ്യം ബോധവും വെളിവൊക്കെ ഉള്ള ഒരാൾ പറഞ്ഞതാ. അയാളുടെ അനുഭവം കൊണ്ടും അയാൾ പഠിച്ച അറിവിൽ നിന്നും പറഞ്ഞതാ. തിരിഞ്ഞിങ്ങനെ വരും. കണ്ണിന്റെ പ്രത്യേകത അത്. ഏതായാലും കണ്ണേർ എന്ന് പറഞ്ഞാൽ മെച്ചമായിട്ടൊരു നോട്ടം, മെച്ചമായിട്ട് ഇങ്ങനെ നോക്കണ്ടല്ലോ, ഒരു വലിയുണ്ടല്ലോ, എന്താ അല്ലേ, അങ്ങനെ ഒരു മെച്ചമായൊരു നോട്ടം, മെച്ചമായി നോക്ക. മഹാന്മാര് രേഖപ്പെടുത്തുന്നു, മിർഖാത്തിലുണ്ട് ഈ വ്യാഖ്യാനം, മശൂബും ബിഹസദിൻ, മെച്ചമായി നോക്കുന്നതിന്റെ കൂടെ ഹസദ്, അസൂയയും കലരണം. അസൂയ കലർന്ന മെച്ചമായ ഒരു നോട്ടം, ആ അസൂയ ഉണ്ടാവണം. അവിടെയാണ് കണ്ണേർ സംഭവിക്കുന്നത്. അള്ളാനെ ഭയമുള്ള മനുഷ്യന്, തഖ്വയുള്ള മനുഷ്യൻ ഒരിക്കലും കണ്ണേർ ഉണ്ടാക്കാൻ കഴിയൂല. കണ്ണേർ ഉണ്ടാക്കുക എന്നത് അള്ളാന്റെ കഴിവാണ്. കണ്ണേർ ഒരാളിൽ നിന്നും ഉണ്ടാകുന്നത് അയാൾക്ക് തഖ്വ കുറയുന്ന ഒരു മനുഷ്യനായാലാണ്. അയാളിൽ നിന്ന് കണ്ണേർ മറ്റുള്ളവർക്ക് ബാധിക്കും. അള്ളാഹു നമ്മെ കരിങ്കണ്ണന്മാരാക്കാതിരിക്കട്ടെ. അങ്ങനെയുണ്ട്. നമുക്ക് തഖ്വ കുറവാണെങ്കിൽ നമ്മളിൽ അസൂയ ഉണ്ടാവും. അസൂയ ഉള്ളതിന്റെ കൂടെയാണ് കണ്ണേർ സംഭവിക്കുക. നമുക്ക് അസൂയ ഇല്ലെങ്കിൽ കണ്ണേർ സംഭവിക്കില്ല. കണ്ണേർ നമ്മളാൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മളൊരു അത്ഭുതം കാണുമ്പോൾ വലിക്കല്ല വേണ്ടത്, നമ്മൾ മെച്ചമായി നോക്കല്ല വേണ്ടത്, നമ്മൾ പറയേണ്ടത് മാഷാ അല്ലാ എന്നാവണമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ഇൻഷാ അല്ലാഹ് വഴിയാൽ നമ്മൾ പറയും. കണ്ണേർ സംഭവിക്കുന്ന കരിങ്കണ്ണൻ അവൻ അസൂയക്കാരനും കൂടി അയാൾ ആ കണ്ണേർ ഫലിക്കും. അല്ലാതെ അയാൾ നോക്കിയതിന്റെ പേരിലൊന്നും ഫലിച്ചോളണമെന്നില്ല. മാത്രവുമല്ല അസൂയ ഉണ്ടാവണം, മെച്ചമാക്കി ഇങ്ങനെ നോക്കി നിൽക്കണം, മെച്ചമായി കാണാം, അങ്ങനെ നോക്കാം. അങ്ങനെ ഒരു അത്ഭുതത്തിന്റെ നോട്ടമൊക്കെ നോക്കി അസൂയയും തോന്നും ആ നേരത്തെ മനസ്സിൽ. ഇത് ആരിൽ നിന്നുണ്ടാവണം? മിൻ ഖബീസി ത്വബഇ. നേരത്തെ നമ്മൾ പറഞ്ഞ സൃഷ്ടിപ്പിന്റെ നേരത്ത് തീയിന്റെ അളവ് കൂടിപ്പോയ ആളിൽ നിന്നും ആവണം. യഹ്സുലു ലിൽ മൻദൂരി ഫീഹി ദററുൻ. അങ്ങനെ വരുമ്പോൾ എവിടെയാണ് നോക്കപ്പെടുന്നത്, ആ നോക്കപ്പെടുന്നതിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, നോക്കപ്പെടുന്നതിൽ എന്തെങ്കിലും തകരാറുകൾ സംഭവിക്കും. അങ്ങനത്തെ ഈ നോട്ടത്തിനാണ് കണ്ണേർ എന്ന് പറയുന്നത്. മിർഖാത്തില് ഹദീസ്, മിഷ്കാത്തിലെ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് ഖതീബ് തിബ്രിസിയുടെ മിഷ്കാത്തിന്റെ വ്യാഖ്യാനത്തിൽ മിർഖാത്തിൽ ഈ വ്യാഖ്യാനം നമുക്ക് കാണാം. ഇതുപോലെ വേറെയും കിതാബുകളിൽ നമുക്ക് കാണാം. ഏതായാലും പടച്ച റബ്ബ് ഇതിൽ നിന്നും നമ്മെ കാക്കട്ടെ. കണ്ണേർ കൊണ്ട് മരണം വരെ സംഭവിക്കാം. ചില സന്ദർഭങ്ങളിൽ സിഹറിനേക്കാളും കടുപ്പമാണ് കണ്ണേർ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഏതായാലും നോക്കിക്കോ. ഇനി റസൂലുള്ളാഹി പറയുന്നത് കണ്ടോ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്നദ് ശാമിയൻ, ഇമാം തൊബറാനിയുടെ മുസ്നദ് ശാമിയൻ എന്ന് പറയുന്ന കിതാബിൽ കാണാം, അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഐനു ഹഖ്ഖുൻ. വേറൊരു ഹദീസാണിത്. കണ്ണേർ സത്യമാകുന്നു. എങ്ങനെയാ കണ്ണേർ ഉണ്ടാകുന്നത്? റസൂലുള്ളാഹി പറയട്ടെ, യഹ്ളുറുഹ ശൈത്വാനു. കണ്ണേറിന്റെ സമയത്ത് ഒരുമിച്ച് കൂടാണ്, ഇബ്ലീസും ഒരുമിച്ച് കൂടും. വഹസദ് ഇബ്നു ആദമ. ആദം സന്തതിയുടെ അസൂയയും ഇബ്ലീസും സംഗമിക്കുന്നോടത്താണ് കണ്ണേറുണ്ടാവാ. കണ്ണേർ സത്യമാ. മുസ്നദ് ശാമിയിനിൽ ഹദീസുണ്ട്, മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് ഒന്നുകൂടി പറയാം. കണ്ണേർ സത്യമാണ്. ആദ്യം അങ്ങനെ പറയുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, പടച്ചോൻ ഇതൊക്കെ ഉൾക്കൊള്ളാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇതിൽ രണ്ടാമത് തർക്കിക്കാനോ വേറെ ഒന്നും ആലോചിക്കാനോ ഇല്ല. കണ്ണേർ സത്യമാണ് എന്നൊറ്റ വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അപ്പുറം വേറെ ഒന്നും വ്യാഖ്യാനിച്ചൊന്നും പറയേണ്ട, അതാണ് വിശ്വസിച്ചോളണം. കണ്ണേർ സത്യമാണ്. ആദം സന്തതിയുടെ അസൂയയും പിശാചും ഒരുമിച്ച് കൂടുന്നോടത്ത കണ്ണേർ ഉണ്ടാവാ. കണ്ണേർ സത്യമാ. മുഹമ്മദ് മുസ്തഫ ഹദീസ് നേരെ അർത്ഥം പറഞ്ഞതാണ്. ഹദീസ് നേരെ അർത്ഥം പറഞ്ഞതാണ്. ഒന്നും കൂടി പറയാം. അൽഐനു ഹഖ്ഖുൻ യഹ്ളുറുഹ ശൈത്വാനു വഹസദ് ഇബ്നു ആദം. ഹദീസിന്റെ അർത്ഥം കേട്ടോ.
ആദം സന്തതിയുടെ അസൂയയും പിശാചും ഒരുമിച്ച് കൂടുന്നോടത്താണ് കണ്ണേറ് ഉണ്ടാവുക. കണ്ണേറ് സത്യമാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇനി നോക്കിക്കോ ബരീഖത്തുൽ മഹ്മൂദിയയിൽ മഹാനായ ഇമാം അശ്ശൈഖ് മുഹമ്മദ് ബിൻ മുഹമ്മദ് മുസ്തഫ ഇബ്നു ഉസ്മാൻ തങ്ങൾ പറയുന്നത് കണ്ടോ, ഇന്ന സബബ ഇഅജാബു ശൈത്വാനി ബിലാ റുജൂഇൻ ഇലല്ലാഹ്. അല്ലാഹു എന്ന വിചാരം മനസ്സിൽ ഇല്ലാത്ത നേരത്തായിരിക്കും ഇബ്ലീസിന്റെ സഹായത്തോടുകൂടെ കരിങ്കണ്ണൻ കണ്ണേറുണ്ടാക്കുക. അതുപോലെ തന്നെ ആദം സന്തതിയുടെ മനുഷ്യന്റെ അസൂയയും അല്ല എന്ന വിചാരം ഇല്ലാത്ത അവസ്ഥ. ഇത് രണ്ടും കൂടി, അല്ല എന്ന വിചാരം ഉണ്ടാവില്ല, അസൂയ ഉണ്ടാവില്ല, ഒരുമിച്ച് നടക്കൂല. അല്ല എന്ന വിചാരം ഇല്ലാത്തോടത്ത് അസൂയ വരാം. അല്ല എന്ന വിചാരം ഇല്ലാതെ പോകുമ്പോ അസൂയയും ശൈത്വാനും കൂടിയിട്ട് ഒരുമിച്ച് കൂടുന്നോടത്താണ് കണ്ണേറ് ഉണ്ടാവുക. കണ്ണേറിന്റെ കാരണം അതാണ് മഹാന്മാർ രേഖപ്പെടുത്തുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ചിലര് പറയും പടച്ചോൻ നിശ്ചയിച്ചാൽ വരുള്ളൂ. അള്ളാഹു നിശ്ചയിച്ചതൊക്കെ തന്നെയാണിത്. അള്ളാഹുവിന്റെ നിശ്ചയം രണ്ട് വിധമുണ്ട്, അത് ആദ്യം മനസ്സിലാക്കാം. ഒന്ന്, മാറ്റങ്ങൾ വരുന്ന നിശ്ചയമുണ്ട്. രണ്ട്, മാറ്റം വരാത്ത നിശ്ചയമുണ്ട്. അള്ളാഹു നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ മരിക്കൂ എന്നുള്ളത്. നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട് മരിക്കും, അതിലൊരു മാറ്റമല്ല. എപ്പോ മരിക്കും എന്നുള്ളത് നമ്മുടെ സൽക്കർമ്മങ്ങൾ കൊണ്ട് മാറ്റങ്ങൾ വരാം. വ്യഭിചാരിക്ക് ആയുസ് കുറവാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൊബറാനിയുടെ മുഅ്ജമിൽ ഹദീസ് ഉണ്ട്. വ്യഭിചാരിക്ക് ആയുസ് കുറവാണ്. മഹാനായ ഇമാം മുസ്ലിം രേഖപ്പെടുത്തുന്ന ഒരു ഹദീസിൽ കാണാം, അനസ് തങ്ങൾ പറയുന്നുണ്ട്. ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കുടുംബ ബന്ധം ചേർത്ത് കഴിഞ്ഞാൽ ആരെങ്കിലും കുടുംബ ബന്ധം ചേർക്കാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം റിസ്ഖില് വിശാലതയും കിട്ടും, ആയുസ്സിൽ വർധനവും കിട്ടും എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആയുസ് കുറയുകയും ചെയ്യും, കൂടുകയും ചെയ്യും. ഇത് മാറ്റം വരുന്ന പടച്ചറബിന്റെ നിശ്ചയങ്ങളാണ്. കുറയാം, കൂടാം. മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്ത ആയുസ് കൂടും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മാതാപിതാക്കളെ വിഷമിപ്പിച്ചാൽ ആയുസ് കുറയും. ഇമാം തൊബറാനി ഉദ്ധരിക്കുന്നുണ്ട്, ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്നുണ്ട്, മറ്റ് ഒരുപാട് ഇമാമിങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്താൽ ആയുസ് കൂടും, മാതാപിതാക്കളെ വിഷമിപ്പിച്ചാൽ ആയുസ് കുറയും. അള്ളാഹു മനുഷ്യൻ മരിക്കുമെന്നത് നിശ്ചയിച്ചിട്ടുണ്ട്, അതിൽ മാറ്റമല്ല. പക്ഷെ മരണ നേരത്തെ മാറ്റം വരുത്താം. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഒരാളുടെ വെറുതെ ഇരിക്കുന്ന, ഇത് എന്റെ കയ്യിൽ ഇരിക്കുന്നത് ഒരു പേനയാണ്. ഈ പേന ഒരു കത്തിയാണ്. ഈ പേന ഒരു കത്തിയാണ്. ഈ കത്തി ഇങ്ങനെ ഇരിക്കുമ്പോ എന്റെ കൈ മുറിയില്ല. ഈ കത്തി ഇങ്ങനെ ഇരിക്കൽ കൊണ്ട് എന്റെ കൈ മുറിയുന്നില്ല എന്നത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. പക്ഷെ ഞാൻ അതെടുത്തിട്ട് ഒരൊറ്റ വര വരച്ചു കഴിഞ്ഞാൽ അതും അള്ളാഹു തീരുമാനിച്ചതാണ്. അങ്ങനെ എന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇവിടെ ചിലത് സംഭവിക്കാം എന്ന ഒരു ഓപ്ഷൻ അള്ളാഹു സൃഷ്ടികളിൽ വെച്ചിട്ടുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഒരു ഹിക്മത്താണത്. അങ്ങനെയാണ്. പടച്ചോൻ നിശ്ചയിച്ച പോലെയൊക്കെ വരുള്ളൂ, ഒക്കെ ശരി തന്നെ. പക്ഷെ പടച്ചോന്റെ നിശ്ചയങ്ങളിൽ ചിലത് തീരെ മാറ്റങ്ങൾ വരില്ല, ചിലത് മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ അനുസരിച്ച് മാറ്റങ്ങൾ വരും. ആ ഒരു രീതിയിലൂടെയാണ് അള്ളാഹു ഈ ലോകത്തെ തന്നെ നിലനിർത്തുന്നത്. അല്ലെ അങ്ങനെയാ നിക്ക. അതുകൊണ്ട് കണ്ണീറൊക്കെ നമ്മൾ അള്ളാഹു നിശ്ചയിച്ചാണെങ്കിൽ വരും, അല്ലെങ്കിൽ വരൂല. അങ്ങനെ നമ്മള് പൂർണ്ണമായും അതിനെ ഒഴിഞ്ഞു പറയാതെ കുറെയൊക്കെ അതിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. എന്തായാലും ആ വിശ്വാസം നമുക്ക് ഇല്ല എന്ന് പറയല് ശരിയല്ല. കണ്ണേറ് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. ആയത്തുകൾ പലതും നമുക്ക് ഖുർആനിൽ കാണാം. സൂറത്ത് യൂസുഫിന്റെ 67-ാമത്തെ ആയത്ത് കണ്ണേറ് സംബന്ധമായി പറഞ്ഞതാണ്. അതുപോലെ തന്നെ സൂറത്തുൽ ഖലമിന്റെ 51-ാമത്തെ ആയത്ത് കണ്ണേറ് സംബന്ധമായി പറഞ്ഞതാണ്. അപ്പൊ ഇനി ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെടാത്താണെന്ന് ഓർത്ത് ആർക്കും വിഷമം വേണ്ട. ഹദീസുകൾ ഡസൻ കണക്കിന് ഹദീസുകളുണ്ട്. ഏതായാലും ഒരു ആയത്ത് ഓതിയിട്ട് തൽക്കാലം ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഈ ആയത്ത് കണ്ണേറിന് മരുന്നാണ്. കണ്ണേറിന് മരുന്നാണ് ഈ ആയത്ത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. സൂറത്തുൽ ഖലമിന്റെ 51-ാമത്തെ ആയത്ത് കണ്ണേറിന് മരുന്നാണ്. എല്ലാവരും ഇത് ഓതി പഠിക്കുക. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإن يكاد الذين كفروا ليزلقونك بأبصارهم لما سمعوا الذكر ويقولون إنه لمجنون وما هو إلا ذكر للعالمين. ഈ ആയത്ത് ആയത്തുകൾ ഇത് കാണാതെ പഠിക്കുക. ഇത് കണ്ണേറിന് മരുന്നാണ്. സൂറത്തുൽ ഖലമിന്റെ അവസാന ഭാഗമാണിത്.
കണ്ണേറിന് മരുന്നാണ് ഈ ആയത്ത്. എപ്പോഴും ഇത് ഓതുക, ചൊല്ലുക. ഒരു ഭയം തോന്നുമ്പോൾ ഈ ആയത്ത് കൊണ്ട് നമ്മൾ കാവൽ തേടാ. ഖുർആനല്ലേ, കാവൽ കിട്ടാതിരിക്കോ? ഖുർആനല്ലേ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.